ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഡിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പനിയും ജലദോഷവും ചുമയൊക്കെ വരുന്ന സമയങ്ങളിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ. ഇത് ചമ്മന്തി മാത്രമല്ല, ഔഷധ ഗുണവും ഇതിന് വളരെയധികം ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വായിക്ക് രുചിയൊക്കെ ഇല്ലാത്തൊരു സമയമാണല്ലേ ആ സമയം എന്ന് പറയുന്നത്. അപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടായപ്പോഴത്തേനും കുറച്ച് വറ്റൽമുളക് ചേർത്ത് ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സവോള ഇട്ട് കൊടുക്കുക. ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു മൂപ്പിൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അതിനുശേഷം വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനിക്കൂർക്ക ഇലയാണ്. ഇതുപോലെ പനിക്കൂർക്ക ഇല ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതേ എണ്ണയിൽ തന്നെ ഒന്ന് വാട്ടിയെടുത്താൽ മതിയാകും. അപ്പം പനിക്കൂർക്കയിലയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ആ ചുമയും കഫക്കെട്ടും ഒക്കെ പോകാനായിട്ടും ഇത് വളരെയധികം സഹായിക്കും. ചെറിയൊരു കഷ്ണം പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പം ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കൊള്ളുക. വളരെയധികം നല്ലതാണ്. ചുമയും ജലദോഷവും ഒക്കെ വളരെ എളുപ്പത്തിൽ പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.